ഇവിടെ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിനുള്ള മറുപടി എവിടെയാണ്? മന്ത്രി കെ രാജനടക്കം അതിന് മറുപടിയുണ്ടോ? ആ പാവം മനുഷ്യർ ഇപ്പോഴും വാടക വീടുകളിലും ഒക്കെയായി തന്നെ കഴിയുകയാണ്. അവർക്ക് കൃത്യമായ ഒരു ഉറപ്പ് കൊടുത്തിട്ടില്ല. അവർക്കായി ടൗൺഷിപ്പ് നിർമ്മിക്കും, അല്ലെങ്കിൽ ടൗൺഷിപ്പിൽ താമസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 15 ലക്ഷം എന്നൊക്കെ രീതിയിലുള്ള വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും ഈ പറച്ചിലുകളും സൗണ്ട് ബൈറ്റ്സ് അല്ലാതെ അതിനപ്പുറം എന്താണ് ചെയ്തു തുടങ്ങിയത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഈ 16 പദ്ധതികൾക്കുള്ള കാപ്പെക്സ് വായ്പയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മൂലധന നിക്ഷേപമാണ്. അത് തന്നെയാണ് ആവശ്യപ്പെട്ട കാര്യം തന്നെയാണ് ഇങ്ങോട്ട് കിട്ടിയിരിക്കുന്നതും. അതിൽ ഈ പുനർനിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച 16 പദ്ധതികളാണ്. അല്ലാതെ മൊത്തത്തിൽ പരത്തി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, മന്ത്രിയൊക്കെ പറഞ്ഞതാണ് ഞാൻ ഉദ്ദേശിച്ചത്, പറയുന്നത് കേട്ടാൽ കേന്ദ്രമാണ് ഇതൊക്കെ നടപ്പാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പണം അങ്ങോട്ട് നിങ്ങൾക്ക് വായ്പയായി തരുന്നു, നിങ്ങൾ 50 വർഷം കഴിയുമ്പോൾ പലിശയില്ലാതെ തിരിച്ചടയ്ക്കണം എന്ന് പറയുന്നു. ചോദിച്ച എമൗണ്ടാണ്, വായ്പ ചോദിച്ച എമൗണ്ട് വായ്പയെ അനുവദിക്കുമ്പോൾ തന്നില്ലെങ്കിൽ പറയും വായ്പയും തന്നില്ല, ഞങ്ങളെ കൊല്ലുന്നേ എന്ന് നിലവിളിക്കും. ഇതിപ്പോൾ ചോദിച്ച വായ്പ തന്നു കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങൾ എങ്ങനെ വിനിയോഗിക്കാനായിട്ടുള്ള പദ്ധതി തയ്യാറാക്കി ആ പദ്ധതിയുടെ പൂർത്തീകരണം ഈ സമയപരിധിക്കുള്ളിൽ, നിങ്ങൾ വായ്പ തന്നത് ശേഷമുള്ള ഇത്ര ദിവസത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്ന് കേന്ദ്രത്തെ അറിയിക്കാമല്ലോ.